അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റജബ് മാസത്തിലെ പ്രത്യേകമായ ഈ ദിക്റുകൾ ചൊല്ലിയാൽ കിട്ടുന്ന ഗുണങ്ങൾ. ജീവിതത്തിൽ വലിയ ഭാഗ്യം വരും. പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും. ടെൻഷൻ പിന്നീട് വരൂല. ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകില്ല. റജബിൻ്റെ രാത്രി മറ്റുള്ള രാത്രികളേക്കാൾ ശ്രേഷ്ഠമുള്ള രാത്രിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. റജബിൻ്റെ രാത്രി മറ്റുള്ള രാത്രികളേക്കാൾ ശ്രേഷ്ഠമുള്ളതാണ്. റജബ് 27-ന് നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. ആ രാത്രിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമും ബുറാഖ് എന്ന വാഹനത്തിൽ ആകാശലോകത്ത് സഞ്ചരിച്ചത് അള്ളാഹുവിനെ കാണാൻ വേണ്ടി. അവിടുന്നാണ് നിസ്കാരം നമുക്ക് 50 റക്അത്തായിട്ട് കൽപ്പിച്ചത്. പിന്നിലേക്ക് സഞ്ചരിച്ച അത് അള്ളാഹുവിൻ്റെ റസൂൽ 5 ആക്കി നമുക്ക് ചുരുക്കി വാങ്ങിയതാണ്. അതുകൊണ്ട് ആ രാത്രി അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് നിസ്കാരം, ദിക്റുകൾ, ദുആകൾ അധികരിപ്പിക്കുക. കരഞ്ഞ് പ്രാർത്ഥിക്കുക. അള്ളാഹുവിലേക്ക് അടുക്കാനും സ്വയം സംസ്കരിക്കാനും പാപങ്ങൾ പൊറുക്കാനും പ്രാർത്ഥന അധികരിപ്പിക്കാനും ഉള്ള അവസരമായി കണക്കാക്കുന്നു ഈ ദിവസത്തെ. ഈ മാസത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം ഉണ്ട്. റജബിൽ ഒരു രാത്രിയും ഒരു പകലുമുണ്ട്. അത് ആരെങ്കിലും നോമ്പ് നോൽക്കുകയും നിസ്കരിക്കുകയും ചെയ്താൽ 100 വർഷം നോമ്പ് നോറ്റ് നിസ്കരിച്ച പുണ്യമാണ്. പുണ്യമാക്കപ്പെട്ട റജബ് മാസം നമ്മിലേക്ക് ആഗതമാകുന്നു. റജബ് മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കുക. കാരണം ഇത് അള്ളാഹുവിൻ്റെ മാസമാണ്. അത് ഒരു ആരംഭം കൂടിയാണ്. കാരണം അള്ളാഹുവിൽ നിന്ന് തുടങ്ങി അള്ളാഹുവിലേക്ക് അവസാനിക്കുന്ന, ഒരിക്കലും അവസാനിക്കാത്ത, അനശ്വരമായി തുടരുന്ന അനുഗ്രഹീതമായ ജീവിതയാത്രയുടെ ആരംഭം. സ്വർഗത്തിൽ ഒരു നദിയുണ്ട്, പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും. ആരെങ്കിലും ഈ റജബിൽ ഒരു നോമ്പ് പിടിച്ചാൽ അവന് അള്ളാഹു ആ നദിയിലെ വെള്ളം കൊണ്ട് ദാഹം തീർക്കും. തീർച്ചയായും സ്വർഗത്തിൽ റജബ് എന്ന് പേരുള്ള ഒരു നദി തന്നെയുണ്ട്. മാത്രമല്ല 60 മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലം കൊടുക്കും. അടിമയുടെ പാപങ്ങൾ അത് എത്ര വലുതാണെങ്കിലും അള്ളാഹുവിൻ്റെ മാപ്പ് അതിനേക്കാൾ വലുതാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്രായിൻ്റെ സംഭവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുതുമാരൻ്റെ സുഗന്ധത്തേക്കാൾ നല്ല സുഗന്ധമാണ് ഉണ്ടായിരുന്നത്. റജബ് മുതൽ റമളാൻ വരെ, അവസാനം വരെ നമ്മൾ ചൊല്ലേണ്ട പ്രത്യേക ദുആയുണ്ട്. 1. അല്ലാഹുമ്മ ബാരിക് ലനാ റജബിൻ വ ശഅബാൻ വ ബല്ലിഗനാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ റജബിൻ വ ശഅബാൻ വ ബല്ലിഗനാ റമളാൻ. അതിൻ്റെ അർത്ഥം, അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ, റമളാൻ മാസത്തിലേക്ക് നീ ഞങ്ങളെ എത്തിക്കുകയും ചെയ്യണമേ എന്നാണ്. ഇതാണ് നമ്മൾ റജബ് ഫസ്റ്റ് മുതൽ റമളാൻ അവസാനം വരെ മുറുകെ പിടിക്കേണ്ട ദിക്റാണ്. അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതുപോലെ തന്നെ റജബിൻ്റെ മാസപ്പിറവി കണ്ടാൽ നമ്മൾ കുറച്ച് ദുആകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. റജബ് മാസപ്പിറവി കണ്ടാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് മാസത്തോട് നോക്കി മാസത്തിന് നേരെ തിരിഞ്ഞ് കൈകൾ ഉയർത്തി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് 3 പ്രാവശ്യം പറയുക. അതിനുശേഷം മാസപ്പിറവി കണ്ടാലുള്ള ദുആയും ചെയ്യുക. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക്കല്ലാഹു ഹിലാല റുഷ്ദിൻ വ ഖൈർ. ഇത് അധികരിപ്പിക്കുക. ഏതാണെന്നറിയോ? റജബിൻ്റെ ആദ്യ രാവിൽ മുൽക്ക് സൂറത്ത് നമ്മൾ ചൊല്ലണം. റജബിൻ്റെ എല്ലാ ദിവസവും ഇഖ്ലാസ് സൂറത്ത് 100 തവണ ചൊല്ലണം. റജബിൻ്റെ ആദ്യത്തെ 10-ൽ എല്ലാ ദിവസവും സുബ്ഹാന ഹയ്യിൽ ഖയ്യൂം എന്ന് ചൊല്ലണം. രണ്ടാമത്തെ 10-ൽ സുബ്ഹാനല്ലാഹിൽ അഹദി വസ്സമദ് എന്ന് ചൊല്ലണം. മൂന്നാമത്തെ 10-ൽ സുബ്ഹാനല്ലാഹി റഊഫ് എന്ന് ചൊല്ലണം. ഇത് അധികരിപ്പിക്കൽ സുന്നത്താണ്. റജബിൽ സുബ്ഹി, മഗ്രിബ് നിസ്കാരങ്ങൾക്ക് ശേഷം 70 പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ദുആ ചെയ്താൽ നരകം നമുക്ക് ഹറാമാകുമെന്നാണ്. ആ ദുആയാണ് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ എന്ന് പറയപ്പെടുന്ന ഈ ദുആ